നമസ്കാരം. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ഈ കാണുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. ഇത് നമുക്കൊരു 4.5 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം സെൻട്രൽ സിറ്റിയിൽ നിന്ന് വേറെ 10 കിലോമീറ്റർ മാത്രം മാറി പേയാട് എന്നുള്ള സ്ഥലത്തു നിന്നാണ് നമുക്കൊരു വീട് വരുന്നത്. പേയാട് സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്ററും നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കാർമൽ സ്കൂളിൽ അവിടെ നിന്ന് ഒരു 500 മീറ്ററാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസ്റ്റൻസ്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള എലിവേഷനും കാര്യങ്ങളും ഈ ഒരു വീടിന് വന്നിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ 3D എലിവേഷനും അതുപോലെ തന്നെ നല്ല കേബിൾ റൂഫും ഫ്രെയിം റൂഫും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു വീട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു എൻട്രൻസ് ആണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് സ്ലൈഡിംഗ് ഗേറ്റാണ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ വണ്ടികളൊക്കെ സുഖമായിട്ട് നമുക്ക് വലിയ SUV കോമ്പാക്റ്റ് വണ്ടികളൊക്കെ സുഖമായിട്ട് വീടിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എൻട്രൻസിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീടുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ഹോം ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടേജും കാര്യങ്ങളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ഇൻ്റർലോക്ക് കാര്യങ്ങളും ചെയ്ത് ഇട്ടിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് തന്നെ നമുക്കൊരു 3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തും ഫ്രണ്ടേജിൽ തന്നെ നമുക്കൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ടൈൽസും കാര്യങ്ങളൊക്കെ എടുത്ത് തീർത്ത ഒരു ഏരിയയാണ്. മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കിണറിൻ്റെ പൊസിഷൻ കാണുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സിറ്റൗട്ടെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റെക്ടാങ്കിൾ ഷേപ്പിൽ നല്ല ലെങ്ത് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ള സിറ്റൗട്ടാണ്. 12x7 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റൗട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്കിവിടെ ഒരു പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസും അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സിറ്റൗട്ടാണ്. ഈ കാണുന്ന സ്പേസിൽ നമുക്ക് നമ്മുടെ ഷൂസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസാണ് സെറ്റ് വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് വോളാണ് നമുക്ക് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും. മെയിൻ ഡോർ കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത്. പുള്ളി നമുക്ക് വലിയൊരു ഒറ്റ പാളി വരുന്ന നല്ല മനോഹരമായ ഒരു വലിയ ഡോറാണ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നത്. തേക്കിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന നല്ല എലഗൻ ലുക്കിൽ വരുന്ന ഒരു ഡോറാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് മെയിൻ ഡോറായിട്ട് വരുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്കൊന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് സിറ്റൗട്ടിൽ നമ്മൾ നേരെ കയറുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ലീവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ലീവിങ് ഏരിയ കോൺസെപ്റ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് വ്യൂ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ലീവിങ് ഏരിയ. 12x15 നമുക്ക് ഈ ഒരു ലീവിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ലീവിങ് ഏരിയയുടെ വരുന്നത്. ഇതിനാണ് നമുക്ക് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കിയാണ് കൊടുത്തേക്കുന്നത്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ TV യൂണിറ്റ് ഏരിയ. അത്യാവശ്യം നല്ല വലിയ അടിപൊളിയായിട്ടുള്ള TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു TV യൂണിറ്റിൽ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും പ്രീമിയം രീതിയിലുള്ള പാനൽ വർക്കും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ TV യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് വന്നേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു വാം തീമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്ത് ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഇപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. 12x16 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ സ്പേസും കാര്യവും തന്നെയാണ് ഡൈനിങ് ഏരിയയിൽ വരുന്നത്. നമുക്ക് വലിയൊരു 8 സീറ്റർ ചെയറും അതുപോലെ തന്നെ ഒരു ടേബിളൊക്കെ ഉൾപ്പെടെ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഭാഗത്തുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് ഈ ഒരു മോഡൽ ഫോൾ സീലിംഗ് ആണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കിയാണ് ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് നല്ല ഒരു ഹിഡൻ സ്പോട്ടിലാണ് നമുക്കിത് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ആർക്കും വീട്ടിൽ വരുന്ന ആർക്കും തന്നെ കണ്ണിൽപ്പെടാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവം നമുക്ക് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളതും. ചെറുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് മിററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഷ് ബേസിൻ കൗണ്ടർ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് മോഡൽ ഡിസൈനാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക്
സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു വാഷ് ബേസിൻ കൗണ്ടർ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചണിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡുലർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. എൻട്രൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ മോഡുലർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് വരുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. പാനൽ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നോട്ട് തന്നെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വരുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന ഈ ഒരു വിശാലമേറിയ വീതിയുള്ള ഒരു കിച്ചൺ നമുക്ക് വരുന്നുണ്ട്. താഴെ നമുക്ക് ഫ്ലോറിംഗ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ്, പ്രീമിയം രീതിയിലുള്ള ഗ്രേപ്പ് ടൈൽസും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് തന്നെയാണ്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമുക്കിവിടെ വർക്ക് ഏരിയ നമുക്ക് വരുന്നത്. വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. 10x6 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് ഏരിയ. നമുക്കിവിടെ സിങ്ക് നമുക്കിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഏരിയ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇലക്ട്രിക് സോക്കറ്റും കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊടുത്ത് മുകളിൽ സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്ത് മുകളിൽ സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്ക് ഒരുക്കി കൊടുത്താണ് ഈ ഒരു ഏരിയ നമുക്കിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് നമുക്കൊന്ന് ഈ ഒരു മെത്തേഡിലെ ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളൊരു സ്ട്രിപ്പ് ലൈറ്റിൽ വർക്ക് വന്നിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ഉണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും തേക്കിൻ തടിയിൽ പണിതാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അയൺ ബാസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലൊരു ഫർഗോള മോഡൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പകൽ സമയത്ത് നമ്മളെ വീട്ടിനകത്ത് അടിപൊളിയായിട്ട് വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കവറേജ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ ഈ ഒരു സ്റ്റെയർ കയറി മുകളിലോട്ട് എത്തുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലുള്ള നല്ല മനോഹരമായ ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. 16x12 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ചെറിയൊരു ടി വി യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ടി വി ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ടി വി യൂണിറ്റ് ഏരിയയാണ് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് നമുക്കൊരു ഓപ്പൺ ഏരിയ ആണ്. ടൈൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു മനോഹരമായൊരു ഓപ്പൺ ഏരിയ. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഒരുക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു മെയിൻ ഹാൾ അതുപോലെ തന്നെ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഒരു ബെഡ്റൂം. അത്യാവശ്യം നല്ല വിശാലമേറിയ വലിയ ബെഡ്റൂം സൈസാണ് നമുക്ക് ഈ ഒരു റൂമിന് വന്നിട്ടുള്ളത്. ഒരു വ്യൂ നമ്മൾ ജസ്റ്റ് ഒരു കോർണർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗെല്ലാം ഈ ഒരു ഡിസൈനാണ് ഫോൾ സീലിംഗിൻ്റെ വന്നേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്കൊരു 14x16 ഡയമെൻഷനാണ് നമുക്ക് വരുന്നത്. ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യം തന്നെയാണ് ഫ്ലോറിങ്ങിന് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഒരുക്കിയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങൾ യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ട് ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ടൊന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും
നല്ല അടിപൊളിയായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബാൽക്കണി നമുക്ക് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്താണ് നമുക്ക് എടുത്തിട്ടുള്ളത്. ഹാൻഡിൽസ് എല്ലാം തന്നെ തടിയിലാണ് ചെയ്തേക്കുന്നത്. തടിയും അതുപോലെ തന്നെ അയണിൻ്റെ കമ്പിയുടെ ഒക്കെ ബാർസാണ് കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഓപ്പൺ വിൻഡോ കാര്യങ്ങൾ മോഡൽ കൊടുത്തിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നമുക്ക് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഈ വീട് 4.5 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത്രയും നല്ല മനോഹരമായ വീട് നമുക്ക് പേയാട് എന്ന് വെറും 1 കിലോമീറ്റർ മാത്രം മാറി കാർമൽ സ്കൂളിൻ്റെ അവിടെ നിന്ന് 500 മീറ്റർ മാത്രം മാറി വരുന്ന ഈ ഒരു മനോഹരമായ വീടാണ് നമുക്കിന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വെറും നമുക്ക് 67 രൂപയാണ് നമുക്ക് വരുന്നത്. 67 ആണ് നമുക്ക് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്, 67 നമുക്ക് ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് തികച്ച് നെഗോഷ്യബിൾ ആണ് ഈ ഒരു എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള വീടുകൾ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ലോൺസും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ അതിനുള്ള ലോൺസും കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.